ഡോക്ടർ ഞാൻ തേടിയിരിക്കുവായിരുന്നു. എന്തുണ്ട് വിശേഷം? ഒരു നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തില്ലേ, ഒരു യോഗ മെന്റലിസം കൂടെ ചെയ്താലോ? പിന്നെന്താ, സഹകരിക്കുമല്ലോ, ചെയ്യാം. നമുക്ക് ചെയ്ത് നോക്കാം. ഡോക്ടർ, ഇതില് വ്യത്യസ്തമായ കുറെ യോഗാസനങ്ങളുണ്ട്. ഡോക്ടർ ഞാൻ ഇങ്ങനെ മറിക്കുമ്പോൾ ഓരോന്നായിട്ട് വായിക്കാമോ? വൃക്ഷാസനം, ഭുജംഗാസനം, അശ്വസഞ്ചലനാസനം, ഔഷ്ട്രാസനം, നമസ്കാരം, സർവാംഗാസനം, മകരാസനം, സേതുബന്ധാസനം, താടാസനം, പത്മാസനം, അങ്ങനെ ഒരുപാട് ആസനാസ് ഉണ്ട്. അപ്പോൾ റാൻഡം ആയിട്ട് ഡോക്ടർ ഒരു പോർഷൻ വെച്ചിട്ട് ഉയർത്തുന്നു. അപ്പൊ കാണുന്ന ആ ആസനത്തിന്റെ പേര് എന്നോട് പറയണ്ട, പെട്ടെന്ന് അങ്ങ് ഓഫ് ചെയ്യുക, നമ്മൾ ഈ ബുക്ക് മാറ്റും. പിന്നെ ഞാൻ ഡോക്ടർ കണ്ട ആസനം ഞാൻ മൈൻഡിൽ നിന്നും വെച്ചു. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, റാൻഡം ആയിട്ടൊരു പെട്ടെന്നൊന്ന് ഫ്ലിപ്പ് ചെയ്യുക, നോക്കുക, നോക്കി മാറ്റം മൈൻഡിൽ ആലോചിക്കാം. അതിന്റെ എനിക്ക് കുറച്ച് എനിക്ക് ക്യാച്ച് ചെയ്ത് എടുക്കണമെങ്കിൽ എത്രത്തോളം ആ ആസനയെ കുറിച്ച് ഡോക്ടർ റിമൈൻഡ് ചെയ്യുക, അത്ര ഈസി ആയിട്ട് എനിക്ക് എടുക്കാൻ പറ്റും. സോ അതിന്റെ പോസ്റ്റർ ഒക്കെ ഒന്ന് കാണുന്നത് പോലെ, ഡോക്ടർ വിജയമായ സ്ഥലത്ത് നിന്ന് ആസ്വദിച്ച് ചെയ്യുന്നത് പോലെ അങ്ങനെ വിചാരിക്കാം. പിന്നെ അതിന്റെ ഗുണങ്ങൾ ആലോചിക്കാം. ഞാൻ ഡോക്ടർ കണ്ണിലേക്ക് നോക്കിയിട്ട് ആ ആസനാസ് ഒന്ന് ആലോചിക്കാം. ബാലൻസ് പോസ്റ്റർ ആണെന്ന് തോന്നുന്നു. കുട്ടികൾക്കും എല്ലാവർക്കും ചെയ്യാം. പക്ഷേ കോൺട്രാ ഇൻഡിക്കേറ്റ്സ് ആയിട്ട് തോന്നുന്നത് മുട്ടിയ പ്രശ്നങ്ങളൊക്കെ ചെയ്യാൻ പറ്റില്ല എന്ന് ഡോക്ടർ ചിന്തിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. അപ്പം അങ്ങനെയുള്ള ഒരു ആസനം ഞാനൊന്ന് തൊട്ടോടെ. ഓക്കെ, ഞാൻ ചെയ്ത് കാണിച്ചു. അതിന്റെ ഗുണങ്ങൾ, ചെയ്താലുള്ള ഗുണങ്ങളെ കുറിച്ച് പറയാം. എനിക്ക് കറക്റ്റ് ആയിട്ട് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റി. അപ്പൊ എന്റെ ലക്ഷ്യം തന്നെ നമ്മുടെ ഈ മെന്റലിസം, യോഗ മെന്റലിസത്തിലൂടെ, മെന്റലിസം എന്ന ഈ ആർട്ടിലൂടെ പൊതുജനങ്ങളിലെ ഒരു യോഗയെ കുറിച്ചുള്ള ഒരു അവബോധം സൃഷ്ടിക്കുക എന്നുള്ളതാണ്. സോ നമുക്ക് ഈ വൃക്ഷാസനത്തെ കുറിച്ച് നമുക്ക് പൊതുജനങ്ങൾക്ക് കുറച്ച് പറഞ്ഞു കൊടുത്താലോ? അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, അത് ആർക്കൊക്കെ ചെയ്തുകൂടാ എന്നതിനെ കുറിച്ച് പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുത്താലോ? നമ്മുടെ വൃക്ഷാസനം എന്നൊരു സ്റ്റാൻഡിങ് പോസ്റ്റർ ആണ്. ഇത് നമുക്ക് ചെയ്യുന്നതിലൂടെ നമ്മുടെ മെന്റൽ എനർജി ബൂസ്റ്റപ്പ് ചെയ്യാൻ സഹായിക്കുന്നു. ഒപ്പം നമ്മുടെ ഏകാഗ്രത, കോൺസെൻട്രേഷൻ കൂട്ടാൻ സഹായിക്കുന്നു. പിന്നെ നമുക്ക് സ്റ്റെബിലിറ്റി ബൂസ്റ്റപ്പ് ചെയ്യാൻ സഹായിക്കും. നമ്മുടെ ഹിപ്പ് മസിൽസിനും എല്ലാം നല്ലൊരു ആസനമാണ് വൃക്ഷാസനം. അതോടൊപ്പം ഇത് ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് പേരുണ്ട്. നമ്മുടെ ബ്ലഡ് പ്രഷർ, ലോ ബ്ലഡ് പ്രഷർ ഉള്ളവർക്ക് അത് ചെയ്യാൻ പാടില്ല. വെർട്ടിഗോ ഉള്ളവർക്ക് ചെയ്യാൻ പാടില്ല. നമ്മുടെ കാൽമുട്ടിനോ കാൽ കുഴക്കോ എന്തെങ്കിലും ഇഞ്ചുറീസോ അങ്ങനെ സ്ട്രെയിനോ എന്തെങ്കിലും ഉള്ളവരും അത് ചെയ്യാൻ പാടില്ല, ഒഴിവാക്കുക. താങ്ക് യു ഡോക്ടറെ, സഹകരിച്ചതിന് നന്ദി. ശരി ഡോക്ടറെ, ശരി.